മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തട്ടിപ്പിൽ LDF പ്രതിഷേധം ചൊവ്വാഴ്ച. ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസും കൂട്ടാളികളും ചേർന്ന് 25 കോടിയിലധികം തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവരുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് പണം നഷ്ടമായവർ ആരോപിച്ചിരുന്നു. TP ഹാരിസ് ഇടനിലക്കാരനായി 200-ലധികം പേരിൽ നിന്ന് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 25 കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ജില്ലാ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ വെച്ചും പരിസരത്തു വെച്ചുമാണ് പണം കൈപ്പറ്റിയത്. സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് LDF പ്രതിഷേധം. പണം സമാഹരിക്കാൻ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ധനം ചോർത്തിയെടുക്കാൻ നടത്തുന്ന ലീഗിൻ്റെ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി ഇപ്പോൾ ഇന്നലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. അന്വേഷണം നടക്കട്ടെ. നമുക്ക് പറയാനുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പദ്ധതികളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്രഡിറ്റഡ് ഏജൻസികളുടെ മറവിൽ നടത്തുന്ന കൂട്ടുകച്ചവടത്തിന്റെ പങ്കാളികൾ ലീഗ് നേതൃത്വത്തിലെ ചിലരാണെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിവരമറിയും എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു വലിയ തട്ടിപ്പ് പരിപാടിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. ആ സംവിധാനത്തെ ആകെ മലീമസമാക്കുന്ന, അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു സംവിധാനമായി ജില്ലാ പഞ്ചായത്ത് മാറുകയാണ്. വാർത്താ സമ്മേളനത്തിൽ LDF മലപ്പുറം ജില്ലാ കൺവീനർ PK കൃഷ്ണദാസ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VM ഷൗക്കത്ത് എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, മലപ്പുറം.